എല്ലാവർക്കും KPS കറി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ളൊരു പരാഠ തയ്യാറാക്കാമേ. അതിനായിട്ട് ഞാൻ മുരിങ്ങയ്ക്കാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ പുറത്തെ തൊലിയെല്ലാം ചരണ്ടി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി നടുവേ മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടിട്ടുണ്ട്. ഇത് വെച്ചിട്ട് പരാഠ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഹെൽത്തി ആണല്ലോ. മുരിങ്ങയുടെ ഗുണത്തെക്കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഇത് നമുക്കിനിയൊരു 2-3 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ആദ്യമേ ഒന്ന് മുരിങ്ങയ്ക്കായ്ക്ക് ആവശ്യമുള്ള ഉപ്പിട്ടു, പിന്നെ സ്വല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതൊന്ന് 2-3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. അത് ആ വേവുന്ന സമയം കൊണ്ട് നമുക്കിതിന് ആവശ്യമായിട്ടുള്ള ബാക്കി ഇൻഗ്രീഡിയൻസും തയ്യാറാക്കി എടുക്കാം. മുരിങ്ങക്കായെല്ലാം വെന്തു, ചൂടൊക്കെ ഒന്ന് ആറി ചെറിയ ചൂടേ ഉള്ളൂ. ഇതിന് നന്നായിട്ട് ഇങ്ങനെ ഉടച്ചിട്ട് അരിപ്പയിലിട്ട് നമുക്ക് അരിച്ചെടുക്കണം. നന്നായിട്ട് ഉടച്ച് അരിച്ചെടുത്ത് കൊണ്ടുവരാമേ. പിന്നീട് വേണ്ടത് പച്ചമുളക് ചതച്ചിട്ടുണ്ട്. 2 പച്ചമുളക് ചതച്ചു, അതെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ തീരെ ചെറുതായിട്ട് അരിഞ്ഞിട്ടാലും മതി. ഞാനിപ്പോൾ ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് കായപ്പൊടി, ജീരകപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, സ്വല്പം മുളക് പൊടി, ഗരം മസാല, മല്ലിയില ഇഷ്ടമുള്ളവർക്ക് ഇടാം, ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഇടണ്ട. അളവും എല്ലാം അവരവരുടെ ഇഷ്ടമനുസരിച്ചിട്ട്. ഇനി ഈ മുരിങ്ങക്കായ ഒന്ന് നന്നായിട്ട് ഉടച്ചെടുത്ത് അത് അരിച്ച് അതിൻ്റെ ജ്യൂസ് എടുത്തുകൊണ്ട് വരാം. എന്നിട്ട് നമുക്ക് മാവ് തയ്യാറാക്കാം. മുരിങ്ങക്കായ വെന്തത് അരിച്ച് എടുത്തുകൊണ്ട് വന്നിട്ടുള്ള വെള്ളമാണ് ഇത്. ഈ വെള്ളത്തിലാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് ഗോതമ്പ് പൊടി ഇടാം. നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ട് ഗോതമ്പ് പൊടി ഇടുക. പിന്നീട് ഈ എടുത്തു വച്ചിരിക്കുന്ന ഇതെല്ലാം കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി സ്വല്പം ഉപ്പും കൂടെ വേണ്ടി വരും. കാരണം നമ്മൾ ഉപ്പിട്ട് കൊടുത്തത് മുരിങ്ങയ്ക്കായ്ക്ക് ആവശ്യമുള്ള ഉപ്പാണ് വേവാനുള്ള സമയത്ത് നമ്മൾ ഇട്ട് കൊടുത്തത്. ഇനി ഈ ഗോതമ്പ് പൊടിക്കും ബാക്കിയുള്ള സാധനങ്ങൾക്കും ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് കുറേശ്ശെ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങക്കായ വേവിച്ച വെള്ളം ഒഴിച്ച് നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിക്കണം. ഇല്ലെങ്കിൽ കൂടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ പൊടി ചേർക്കണം. അപ്പോൾ ഉപ്പും എരിവും എല്ലാം അങ്ങ് ഒരു വല്ലാത്ത ഇതിലാവും, കറക്റ്റ് ആവില്ല. ഇനി ഇത് ബാക്കിയുള്ള ആ വെള്ളവും കൂടെ ചേർത്ത് കുഴച്ചുകൊണ്ട് വരാമേ. മാവ് കുഴച്ചെടുത്തു. ഇനി ഇതിൻ്റെ പുറത്തോട്ട് സ്വല്പം എണ്ണ വരട്ടി നമുക്കൊരു 10-15 മിനിറ്റ് നേരം മാവിനൊന്ന് മയമാകുന്നത് വരെ വെയിറ്റ് ചെയ്യും. അത്രയും മുരിങ്ങക്കായുടെ ജ്യൂസ് ഉണ്ടാക്കിയിട്ട് ഇത്രയും മിച്ചം വന്നു. ഇത് കളയരുത്. ഇത് നമുക്കങ്ങ് കുടിക്കാം. ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ചതാണല്ലോ, ജ്യൂസാണെന്നും പറഞ്ഞ് നമുക്കങ്ങ് കുടിച്ചു കഴിഞ്ഞാൽ ഹെൽത്തിയാണ്. ഇപ്പം സ്കൂളൊക്കെ തുറന്ന സമയമാണ്, കുട്ടികൾക്കൊക്കെ ടിഫിൻ കൊണ്ടുപോകേണ്ട സമയമാണ്. അമ്മമാർ വൈകുന്നേരം ഇങ്ങനെ ഉണ്ടാക്കി ഫ്രിഡ്ജിലോട്ട് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ മാവ് രാവിലെ എടുത്ത് ചപ്പാത്തി ഉണ്ടാക്കി പൊറോട്ട പോലൊക്കെ ഉണ്ടാക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ആഹാരമായിരിക്കും ഉച്ചയ്ക്ക് കഴിക്കേണ്ടത്. അവരുടെ കൈയൊന്നും അഴുക്കാവത്തില്ല. നല്ലതായിട്ട് അവർക്ക് മുറിച്ച് കഴിക്കുകയും ചെയ്യാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡുമാണ്. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ 2 കഷ്ണം ചിക്കൻ വറുത്തതോ മീൻ വറുത്തതോ സലാഡോ എന്തെങ്കിലും കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടെ ഹെൽത്തി ആയിരിക്കും. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇനി ഒരു 10-15 മിനിറ്റ് നേരം കഴിഞ്ഞിട്ട് നമുക്ക് പറാഠ ഉണ്ടാക്കി തുടങ്ങാം. ഇപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞു, 1.5 മണിക്കൂറോളമായി. ഇനി നമുക്കിത് ഓരോ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം. ഇച്ചിരി പൊടി തൂവിയിട്ടാണെന്ന് വരിയിൽ പറ്റി പിടിക്കത്തില്ല. തീരെ ചെറുത് വേണ്ട, ചപ്പാത്തിയെക്കാട്ടിലും സ്വല്പം വലുതായിട്ടുള്ളത് വേണം. അങ്ങനെ നമുക്കിത് ഉരുളയാക്കി റെഡിയാക്കി കൊണ്ടുവരാം. ഇനി ഇത് നമുക്ക് പരത്തി ചുട്ടെടുക്കാം. പൊടി തേച്ച്
മല്ലിയില ഇട്ടതിന് പകരം മുരിങ്ങയില ഇട്ടാലും കുഴപ്പമില്ല. മുരിങ്ങയില ഉണ്ടെങ്കിൽ ഇടാം. ഞാൻ ഇട്ടിട്ടില്ല, പക്ഷേ മല്ലിയിലയാണ് ഇട്ടത്. ഇനി ഇത് നമ്മൾ പരത്തി വെച്ചു. ഇനി ഇതിലേക്ക് സ്വല്പം നെയ്യ് വരട്ടി. നെയ്യ് വേണ്ടാത്തവർക്ക് എണ്ണ വരട്ടാം. അതൊക്കെ അവരവരുടെ ചോയ്സാണ്. ഇനി സ്വല്പം പൊടി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് മടക്കാം. നെയ്യ് വരട്ടി കൊടുക്കാം. സ്വല്പം പൊടി ഇടാം. ഇനി ഇത് ഒരു ത്രികോണത്തിന്റെ ഷേപ്പിലാക്കി ഇനി ഇത് പരത്തിയെടുക്കാം. നെയ്യും ഒക്കെ കൂടെ ചേർക്കുമ്പോൾ എന്തോ നല്ല ടേസ്റ്റും നല്ല ഹെൽത്തിയുമാണ്. കൊച്ചു കുട്ടികൾക്കൊക്കെ നല്ലതുപോലെ ഇഷ്ടപ്പെടും. തീരെ അങ്ങ് കനം കുറച്ച് പരത്തണ്ട. ഇനി ഇത് നമുക്ക് ചൂടായിട്ടുള്ള ചപ്പാത്തി കല്ലിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ കല്ല് ചൂടായി. ഒരു ശകലം നെയ്യ് ഇതിലോട്ട് നമുക്ക് കൂട്ടി കൊടുക്കാം. ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. പതുക്കെ ആ വശം ഒന്ന് മൂത്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ വശം ഒന്ന് ചൂടായി. നമുക്കിനി ഇതൊന്ന് മറിച്ചിടാം. മറിച്ചിട്ടിട്ട് ഈ ഒരു മീഡിയം ഫ്ലെയിമിലോട്ടാക്കാം. ഇനി നമുക്ക് പതുക്കെ നെയ്യ് വരട്ടി കൊടുക്കാമേ. ഞങ്ങൾ നെയ്യ് ഉപയോഗിക്കുന്നത് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല. അതുകൊണ്ടാണ്. എണ്ണ വേണ്ടവർക്ക് എണ്ണ ഉപയോഗിക്കാം. അതൊക്കെ അവരവരുടെ ഇഷ്ടം, ചോയ്സ് പോലെയാണ് ഉപയോഗിക്കേണ്ടത്. ഈ സൈഡിലും നെയ്യ് വരട്ടി കൊടുക്കും. ഇനി ഇത് രണ്ട് വശവും നന്നായിട്ട് മൂപ്പിച്ചെടുത്ത കഴിഞ്ഞാൽ നമ്മുടെ മുരിങ്ങക്കായുടെ പറാട്ട തയ്യാറാവും. ഇനി ഇത് തിരിച്ച് മറിച്ചു എടുത്ത് നമുക്ക് മൂപ്പിച്ചെടുക്കാം. ലാസ്റ്റ് പറാട്ടയും തയ്യാറായി. ഇത് ഞാൻ റൗണ്ടിലാണ് ഉണ്ടാക്കിയത്. അതായത് ഇതിൻ്റെ ലെയർ കണ്ടില്ല, എല്ലാം പൊങ്ങി പൊങ്ങി വന്നിട്ടുണ്ട്. നന്നായിട്ട് പൊരിഞ്ഞു വന്നു. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇത് റൗണ്ട് ഷേപ്പിലുള്ള പറാട്ട, ഇത് ട്രയാങ്കിൾ ഷേപ്പിലുള്ള പറാട്ട. വളരെ ഹെൽത്തിയും വളരെ ടേസ്റ്റിയുമായിട്ടുള്ള പറാട്ടയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതണം.